നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 10-ാം തീയതി 1199 ആണ്ട് മിഥുന മാസം 26-ാം തീയതി ബുധനാഴ്ച. നല്ല ദിവസമാണ് ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രവും കൊള്ളാം. മകൻ നക്ഷത്രം. മകം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ദിവസമാണ് മകൻ നക്ഷത്രം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസവും വളരെ പ്രാധാന്യമുണ്ട്, ബുധനാഴ്ചയും. അപ്പോൾ ബുധനാഴ്ചയും മകൻ നക്ഷത്രവും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാവുന്ന ഒരു ദിവസമാണ്. ഒരു കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ല. ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ഫലവത്തായി വരും. പുരോഗതിക്കും ഐശ്വര്യത്തിനും ഉന്നതിക്കും ഒക്കെ ഇടവരുന്ന ഒരു ദിവസം തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും ശരി, എല്ലാ കാര്യങ്ങൾക്കും നേട്ടം ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇറങ്ങിക്കൊള്ളുക. നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം അത്രയ്ക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. അതുമാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മിഥുന മാസത്തിലെ മകൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഇന്ന് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അടുത്തൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും പുരോഗതിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് നിങ്ങൾ അറിയുക. വളരെ നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് അങ്ങോട്ട് വരാൻ പോണ ഒരു വർഷക്കാലവും. ഇത് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുത്തും. പ്രത്യേകിച്ച് ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ നല്ല ജോലി മാറിക്കയറാനോ, ജോലിയിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ജോലി കയറ്റം കിട്ടാനോ ഒക്കെ സഹായിക്കും. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു ദിവസമാണ് നിങ്ങൾക്കിന്ന് എന്നറിയുക. ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ടെ ബുധനെ പ്രീതിപ്പെടുത്തണം. ബുധൻ്റെ ദേവത 2 പേരാണ്. ഒന്ന് ശ്രീകൃഷ്ണസ്വാമിയും മറ്റൊന്ന് മഹാലക്ഷ്മിയും. മഹാലക്ഷ്മി എല്ലാം അടുത്ത് ദേവീക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന, അതുപോലെ പച്ചപ്പട്ട് വാങ്ങി അമ്മയ്ക്ക് നടക്കി വയ്ക്കുക, അതുപോലെ കട്ടിപ്പായസം നടത്തുക, കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ ശ്രീകൃഷ്ണസ്വാമിക്കാണെങ്കിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന, വെണ്ണ നിവേദ്യം, അതുപോലെ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് ചാർത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇന്നത്തെ ദിവസവും നമുക്ക് നല്ല ദിവസമാണ്. എങ്കിലും രാവുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. രാവുകാല സമയം 12 മണി മുതൽ 1:30 മണി വരെ എന്നിട്ടിട്ടുണ്ടെങ്കിലും 12:30 മണി തൊട്ട് തുടങ്ങിയുള്ളൂ. 2 മണി വരെയും രാവുകാല സമയമുണ്ട്. 12 മണി മുതൽ 2 മണി വരെയാണ് രാവുകാല സമയം. 12:30 മണി മുതൽ 2 മണി വരെ. ഒന്നീ 12:30 മുമ്പോ 2 മണിക്ക് ശേഷം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയവും 12 മണി 3 തൊട്ട് 12 മണി 51 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ സമയവും ശുഭകാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാം. പക്ഷേ ഏറ്റവും അശുഭമായിട്ടുള്ള 2 സമയങ്ങളാണ് യമകണ്ഠനും ഗുളികനും. അപ്പോൾ 2 പേരും ഈ സമയത്തെ എപ്പോഴും പേടിക്കണം. പകൽ 12 മണിക്കൂർ ഉണ്ടെങ്കിലും അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള 3 മണിക്കൂർ നേരം ഒരു കാര്യത്തിലും കൊണ്ട് കൈവയ്ക്കരുത്. അത് നമുക്ക് നല്ല സമയമാണെങ്കിൽ പോലും ദോഷത്തിനിട വരുത്തും. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 10:56 തൊട്ട് 12:30 വരെയും. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 7:48 തൊട്ട് 9:22 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നിങ്ങൾ എടുക്കരുത്. അത് നമുക്ക് അശുഭപരമായ കാര്യങ്ങൾക്ക് ഇടവരുത്തും. അപ്പോൾ അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.